റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ RRB ടെക്നീഷ്യൻ 2026 നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. CEN2/2026 എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലേക്കും BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിലേക്കുമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. എന്നാൽ BTech കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ചില പോസ്റ്റുകൾ, എല്ലാ പോസ്റ്റുകളും അല്ല, ചില പോസ്റ്റുകൾ എവിടെ വരുന്നുണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് 6557 വേക്കൻസിയാണ്. വേക്കൻസിയിലൊക്കെ യാതൊരു കുറവില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും എക്സാം നടക്കുമ്പോൾ വേക്കൻസി കുറയുമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും വലിയ രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് തന്നെയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/7/2026 ആണ്. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ RRBയുടെ പല എക്സാംസുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അതേ രജിസ്ട്രേഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു വേക്കൻസി വന്നിരിക്കുന്നത് 6557 ആണ്. ഗംഭീരമായിട്ടുള്ളൊരു വേക്കൻസിയാണ് ഓൾ RRBസിൽ വന്നിരിക്കുന്നത്. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സൗത്ത് ഇന്ത്യൻ സോണുകളിൽ നല്ല വേക്കൻസി വന്ന ഒരു എക്സാം കൂടിയാണ് RRB ടെക്നീഷ്യൻ. കാരണം സാധാരണ കേരളത്തിലാണെങ്കിലും അതേപോലെ ചെന്നൈയിലാണെങ്കിലൊക്കെ വേക്കൻസി നന്നേ കുറവാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണ ചെന്നൈ സോണിലും അതേപോലെ തന്നെ ട്രിവാൻഡ്രം സോണിലൊക്കെ തരക്കേടില്ലാത്ത വേക്കൻസി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ BTechകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അതിൽ 323 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 6234. അത് സ്വാഭാവികമായിട്ടും ഈ ടെക്നീഷ്യൻ പോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ടെക്നീഷ്യൻ പോസ്റ്റിൽ ഗ്രേഡ് 1 ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി ജൂനിയർ എഞ്ചിനീയർ ആവാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിനെ നിങ്ങളൊരു ജൂനിയർ എഞ്ചിനീയറിന്റെ ഫീഡർ പോസ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലെ മെജോറിറ്റി പോസ്റ്റുകളും ITIക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മെജോറിറ്റി പോസ്റ്റുകളും ITIക്കാർക്കാണ്. എന്നാൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനും BTechകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലാണ്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് പോസ്റ്റിലേക്ക് +2 ഫിസിക്സ് ആൻഡ് മാത്സ് ആണ് പറഞ്ഞിരിക്കുന്നത് യോഗ്യതയായിട്ട്, അതായത് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായിട്ടും BTechകാർക്കും ഡിപ്ലോമക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡേറ്റുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. 30/6 അതായത് ഇന്ന് മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 29/7/2026 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ലേറ്റ് പേയ്മെൻറ്റോട് ഫീയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡെഡ് ലൈൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 31 ഫീ പേയ്മെൻറ്റ്, അതായത് ലേറ്റ് ഫീ പേയ്മെൻറ്റ് അല്ല, ഫീ പേയ്മെൻറ്റ് 31/7/2026 വരെ ചെയ്യാവുന്നതാണ്. RRB എപ്പോഴും ലാസ്റ്റ് ടൈമിൽ റഷ് ആവാറുണ്ട് വെബ്സൈറ്റുകൾ. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ എത്രയും വേഗം നൽകുക. പക്ഷേ അപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് സോൺ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടി വേണം നിങ്ങൾ നടത്താൻ. കാരണം ഏതെങ്കിലും ഒരു സോണിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം മിസ്സായിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയും നിങ്ങൾക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള RRB സോൺ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നലും നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുമ്പോൾ ലെവൽ 5 ആണ്. ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 29,200 ആണ്. അതായത് ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB ജൂനിയർ എഞ്ചിനീയറോട് അടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണെന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 33 വയസ്സ് വരെയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ RRBയുടെ ALQ എന്നുള്ളത് പോലത്തെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, B1 ആണ്. ടോട്ടൽ വേക്കൻസി ഞാൻ പറഞ്ഞു 323 ആണ് വന്നിരിക്കുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത് 19,900 ആണ്. ഇത് നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് RRB ALPയുടെ അതേ ബേസിക് പേ ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്.
പക്ഷെ അവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ALPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റണ്ണിങ് അലവൻസ് കൂടിയൊക്കെ വരുന്ന സമയത്ത് സാലറി കുറച്ചുകൂടി അല്ല, ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിനെക്കാട്ടിലൊക്കെ ഹയർ ആയിട്ടുള്ള സാലറി ആയിരിക്കും ALPക്ക് ലഭിക്കുക. പക്ഷേ ഇവിടെ ആ ഒരു റണ്ണിങ് അലവൻസ് ഒന്നും വരുന്നില്ല. എന്നിരുന്നാലും 30,000-ന്റെ മുകളിലുള്ള ഒരു സാലറി കംഫർട്ടബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 18 to 33 ആണ്. ഇതിലെ പല മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള പോസ്റ്റുകളും ഉണ്ട് കേട്ടോ. A3 മുതൽ C1 വരെയുള്ളതുണ്ട്. 6,234 ഒഴിവുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇത്തവണ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അതിൻ്റെ യോഗ്യതകൾ പറയാന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1 സിഗ്നൽ ആണെങ്കിൽ നിങ്ങൾക്ക് BSc ഓർ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT ഓർ ഇൻസ്ട്രുമെന്റേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഗ്രേഡ് 3 നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ITI ഓർ NCVT ഓർ SCVT ഇൻ സ്പെസിഫിക് ട്രേഡ്സ് ഉണ്ട്. ആ ഏതൊക്കെ ട്രേഡ്സുകളാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് എന്ന് പറയുന്നത് CN2/2026. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട, അതായത് ഏതൊക്കെ സോണുകളിൽ എത്രത്തോളം വേക്കൻസീസ് വന്നിട്ടുണ്ട്, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഒഫീഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വേക്കൻസീസിൻ്റെ കാര്യവും അതേപോലെ തന്നെ ടോട്ടൽ വേക്കൻസി, ഗ്രേഡ് 1 എത്ര വേക്കൻസി, ഗ്രേഡ് 3 എത്ര വേക്കൻസി ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഫൈനൽ റിസൾട്ട് അവൈറ്റ് ചെയ്യുന്ന ആളുകൾ, കാൻഡിഡേറ്റ് അവൈറ്റിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാൻഡിഡേറ്റ് അവൈറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ RRBയുടെ എക്സാംസുകളുടെ ഒരു പ്രത്യേകത, ഓരോ സോണിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോണിലേക്കാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നോർമലായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്നീഷ്യൻ ഗ്രേഡ് 1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞ എന്താണ്, B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. ഈ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്റ്റൻസ് വിഷൻ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ എന്താണ്, നിങ്ങൾ ഗ്ലാസ് ഉപയോഗിക്കുന്ന, സ്പെക്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നിയർ വിഷൻ 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, അതേപോലെ മസ്റ്റ് പാസ് കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ ആൻഡ് മീസോപ്പിക് വിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് B2, അതേപോലെ തന്നെ C1 ഒക്കെ. സ്വാഭാവികമായിട്ടും ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ മറ്റു പോസ്റ്റുകളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ITIയിൽ മറ്റു പോസ്റ്റുകളിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 18 മുതൽ 33 വയസ്സ് വരെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3 18 മുതൽ 30 വയസ്സ് വരെയുമാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 18 to 30 ആണ്. എന്നാൽ ടെക്നീഷ്യൻ ആണെങ്കിൽ 18 to 33 ആണ്. ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലാക്സേഷൻ വരുന്നത് SC/ST കാറ്റഗറിയിൽ 5 വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ OBCയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വർഷത്തെ ഒരു റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ എക്സ് സർവീസ് മാന്, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ വരുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് അത് എന്താണെന്നുള്ളത് 18 to 33 എന്ന് പറയുമ്പോൾ അൺറിസർവ്ഡ് ആൻഡ് EWS കാറ്റഗറിയിൽ 2/7/1993, OBC ആണെങ്കിൽ 2/7/1990 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 18 to 30 ഉള്ള കാറ്റഗറിയിൽ 2/7/1996, അതേപോലെ തന്നെ OBCയിലാണെങ്കിൽ 2/7/1993 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇതിൻ്റെ എക്സാം ഫീ എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 ആണ്. അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ SC/ST അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്ന, മൈനോറിറ്റീസിനൊക്കെ വരുന്നത് 250 ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 500 നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും 400 റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഈ 400 നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നത് വെച്ചാൽ എഫക്റ്റീവ്ലി 100 rupees മാത്രമാണ് ഈ എക്സാമിന് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും കംപ്ലീറ്റ് ആയിട്ട് ഈ 250 എന്ത് ചെയ്യുന്നുണ്ടാവും, റീഫണ്ട് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ആ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈനോറിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട്സുകളും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിനൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ റിപ്ലൈ നൽകുന്നതായിരിക്കും. നമുക്കിനി നോക്കാനുള്ളത് ഈ എക്സാമിനേഷൻ്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? സിലബസിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് ഈ എക്സാമിൽ വരിക. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സിലബസിൽ ജനറൽ അവയർനെസ് കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയായിരുന്നു. അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്, മാത്തമാറ്റിക്സ്, അതേപോലെ ബേസിക്സ് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്, ഇത്രയും ടോപ്പിക്കുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാം മാത്രം സിംഗിൾ സ്റ്റേജ് എക്സാമിനേഷൻ ആണ്. ജനറൽ അവയർനെസ് ഒഴിവാകും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ALP എന്നൊക്കെ അത് ഒഴിവാക്കിയപ്പോൾ ഇതിൽ ഒഴിവാകുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇത്തവണയും എന്തുണ്ട് ഈ ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പ്ലിറ്റ് ഇങ്ങനെ വരുന്നത് ജനറൽ അവയർനെസ് 10 മാർക്സ് ആണ്. അതേപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് 15 മാർക്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ 20, മാത്തമാറ്റിക്സ് 20, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35 ആൻഡ് ടോട്ടൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് തന്നെ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്. അതിൻ്റെ മാർക്കിൻ്റെ ഒരു സ്പ്ലിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് 25 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 മാർക്ക്, അതേപോലെ തന്നെ ജനറൽ സയൻസ് 40, ജനറൽ അവയർനെസ് 10, അങ്ങനെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിൽ നിങ്ങളുടെ ഈ ഒരു മെറിറ്റ് ലിസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് മാത്രമായിരിക്കും. ഇത് അപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ദെൻ നമുക്ക് ഓരോ സോണിലുള്ള വേക്കൻസീസും, ഇതാണ് ഓരോ സോണിൻ്റെ വെബ്സൈറ്റ് കേട്ടോ. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള RRB സോൺസുകളിലെ വെബ്സൈറ്റ്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് RRB ട്രിവാൻഡ്രം എന്ന് അടിച്ചാൽ തന്നെ വരും കേട്ടോ. ഇതിൻ്റെ RRBയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് RRBയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, RRBയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റ് ആണ്. അതായത് RRB തിരുവനന്തപുരം .gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓരോ സോണിലും എത്ര വേക്കൻസീസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ടൊരു അതേപോലെ തന്നെ ആർക്കെല്ലാം ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുക, അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൽ ഏതൊക്കെ, ഞാൻ ഓൾറെഡി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ BSc ഇൻ കോമ്പിനേഷൻ ഓഫ് any substreams of physics, electronics, computer science, information technology. അതേപോലെ 3-year diploma in engineering in the above streams of combination of above എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ above ബേസിക് സ്ട്രീംസും എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൽ. ഇനി ബാക്കിയുള്ള പോസ്റ്റുകളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ITI പോസ്റ്റുകളാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റിലും ഓരോ ITI ക്വാളിഫിക്കേഷനാണുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ ITI ബ്രാഞ്ചസിലും എന്ത് ചെയ്യുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളത് വേക്കൻസീസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും അധികം എക്സ്പെക്ട് ചെയ്യുന്നത് വേക്കൻസി ഓരോ സോണിലും എത്ര വന്നിട്ടുണ്ടെന്നാണ്. അഹമ്മദാബാദിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 280 വേക്കൻസീസ് മാത്രമാണ് അഹമ്മദാബാദിൽ വന്നിട്ടുള്ളത്. വെറും 280 മാത്രം. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത്. അജ്മീറിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി 229 ആണ്. അതേപോലെ തന്നെ ബാംഗ്ലൂരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 245 അതും കുറവാണല്ലേ. ബാംഗ്ലൂരു സാധാരണ നല്ല വേക്കൻസി ഉള്ള സോണാണ്, എന്നിട്ടും അവിടെയും 245 ഉള്ളൂ. ഇനി ഭോപ്പാൽ 226 അവിടെ വന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഭുവനേശ്വർ നോക്കുകയാണെങ്കിൽ വെറും 136 ഒഴിവുകൾ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ബിലാസ്പൂരിൽ ഒക്കെ നല്ല വേക്കൻസി വരുന്ന സോണായിരുന്നു, വെറും 102 ഒഴിവുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതേപോലെ ചണ്ഡീഗഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്പറാണ്, 512 ചണ്ഡീഗഡിൽ വന്നിട്ടുണ്ട്. അതേപോലെ ചെന്നൈ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഇത്തവണത്തെ RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈയിൽ ഇത്തവണ വന്ന വേക്കൻസി 610 അതായത് സൗത്ത് സോണിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്ന ഒരു സോൺ എന്ന് പറയുന്നത് സൗത്തിൽ ചെന്നൈ ആണ്, RRB ചെന്നൈ ആണ്. അതേപോലെ ഗോരഖ്പൂരിൽ 169, ഗുവാഹട്ടിയിൽ 461, ജമ്മു ആൻഡ് ശ്രീനഗറിൽ ടോട്ടൽ 26 മാത്രമേ വന്നിട്ടുള്ളൂ. കൊൽക്കത്തയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 581. ശരിക്കും കൊൽക്കത്ത ഒക്കെ വലിയൊരു സോണാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊൽക്കത്ത വലിയൊരു സോണാണ്, എന്നിട്ടും 581 ഒഴിവ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. ദെൻ നമ്മൾ മാൽഡ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാൽഡയിൽ ടോട്ടൽ 142 ആണ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്.
മുംബൈയിലാണ് ഇത്തവണ ഏറ്റവും ഹയസ്റ്റ് വേക്കൻസി വന്നിരിക്കുന്നത്. 1096 വേക്കൻസീസ് ആണ് മുംബൈ സോണിൽ മാത്രം വന്നിരിക്കുന്നത്. അതൊരു ബിഗ് നമ്പർ തന്നെയാണ്. അത് എക്സ്പെക്റ്റഡും ആണ്. മുംബൈയിൽ എന്തായാലും അത്രയും വേക്കൻസീസ് എപ്പോഴും വരാറുണ്ട്. മുസാഫർപൂരിൽ 108 ആണ്. അതുപോലെ പാട്നയിൽ 55 ആണ്. പ്രയാഗ്രാജിൽ 282 ആണ്. റാഞ്ചിയിൽ 247 ആണ്. സെക്കന്ദരാബാദിൽ നോക്കി വെറും 390 399 മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ 1000-ന് മുകളിൽ ഒഴിവ് വരുന്ന സ്ഥലമാണ് സെക്കന്ദരാബാദ്. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. അതായത് സിലിഗുരിയിലും പറയാം. സിലിഗുരിയിൽ 240 ആണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം. അതായത് മലയാളികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത് ഇത്തവണ തിരുവനന്തപുരം തന്നെയായിരിക്കും. കാരണം 411 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഇത്തവണ വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻ പോസ്റ്റിലെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ തന്നെയാണ്. കേരളത്തിൽ മാത്രം 411 ടെക്നീഷ്യൻ ഒഴിവുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോ എൻട്രിയുടെ RRB ടെക്നീഷ്യൻ ബാച്ചസിലേക്കുള്ള ഏറ്റവും പുതിയ ടെക്നീഷ്യൻ ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒന്നുകിൽ കേരളം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെന്നൈ ചൂസ് ചെയ്യാം. മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. കാരണം ഇത്തവണ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ RRB ടെക്നീഷ്യൻ എക്സാം എഴുതി അത് ക്ലിയർ ചെയ്ത് അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ RRBയുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും നമ്മുടെ RRB ടെക്നീഷ്യൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദ